Hi, good morning. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിലെ PMI-ലെ 22nd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22 ഫ്രം ദി എക്സസൈസ് 4.1. Prove that 3 raised to n plus 2 minus 8n minus 8n minus 9 is divisible by 8. Minus 9 is divisible by 8. Okay, this expression is divisible by 8 means it is a multiple of 8. That's we prove it. So let P of n, this statement P of n is 3 raised to n plus 2 minus 8 and minus 9 is a multiple of 8. This is P of n. നമുക്ക് P of 1 check ചെയ്യണം. Then put n equal to 1 in the left side. Further, 3 raised to 1 plus 2 minus 8 minus 9, that is equal to 3 raised to 3. 27 minus 8 minus 9. 27 minus 3 raised to n plus 2 minus 8 and minus 9 is divisible by 8. 3 raised to 3. 27 minus 8 into 1 is minus 8 minus 9 is minus 17. That is Teacher. എന്താ ഒരു പ്രോബ്ലം ഉണ്ട് പറയൂ. Teacher 3 raised to 2n plus 2 അല്ലേ ടീച്ചർ? Question അല്ലേ? ഓക്കെ. Question 2n plus 2 ആണ്. Okay. So this will be 2 into 1, 2 plus 2. P number 3 raised to 4, 81. That is 81 minus 17, 9 plus 8 is 17 minus 17, 64. 64 is a multiple of 8. That is a multiple of 8. Therefore, P of 1 is true. P of 1 is true. ഇനി നമുക്ക് P of k suppose ചെയ്തിട്ട് k plus 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. So let P of k 3 raised to 3k plus 2 minus 8k minus 9 is a multiple of 8. ഓക്കെ, അപ്പോൾ ഇനി k plus 1 നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷൻ 8ന്റെ മൾട്ടിപ്പിൾ ആണ് എന്ന കാര്യം, ഈ ഫാക്ട് ഇത് യൂസ് ചെയ്യാതെ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെയുടെ പ്ലേസിൽ നമ്മൾ k plus 1 എഴുതിയിട്ടുള്ള എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് ഇതിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ, ഇത് മൾട്ടിപ്പിൾ ഓഫ് 8 ഇതിന്റെ ഹെൽപ്പോടെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ കൺസിഡർ നോക്കൂ, കെയുടെ പ്ലേസിൽ k plus 1 കൊടുത്താൽ 3 raised to 2k അല്ലേ മാം? സോറി 2 ആണ്. 2 into k plus 1 plus 2. Here is 2. 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 1. അപ്പോൾ നോക്കൂ, k എന്നതിന്റെ പ്ലേസിൽ k plus 1. k plus 1 plus 2 minus 8 into k plus 1 minus 9. അപ്പോൾ ഈ എക്സ്പ്രഷൻ 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് ഈ എക്സ്പ്രഷന്റെ ഇതിന്റെ ഹെൽപ്പാണ് വേണ്ടത്. ദിസ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, ആദ്യം നമുക്ക് ഇതൊന്ന് ഇൻഡെക്സ് ഈ പവർ ഒന്ന് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 raised to 2k ഈ പ്ലസ് 2 ഇവിടെ എഴുതി, പ്ലസ് 2 plus 2 2k plus 2 plus 2 minus
8k minus 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് -9 എന്നാണ്. ഇനി ഇവിടെ നോക്കുക 3 raised to 2k plus 2 minus 8k minus 9 ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം that is a multiple of 8. ഇവിടെ 3 raised to 2k plus 2 into 3 square ഉള്ളത് നോക്കൂ. ഇത് ഈ പവർ ഇവിടെ വെച്ച് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 3 raised to 2k plus 2 into 3 square is 9 minus 8k minus 8 minus 9. ഈ നമ്പേഴ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കട്ടെ, നമുക്കത് കമ്പൈൻ ചെയ്ത് 17 അങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പ്രൂവ് ചെയ്യാണ്. ദിസ് ഇസ് ഈക്വൽ ടു 3 raised to 2k plus 2 എന്ന ഒരു ടേമിനെ, അത് ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല, ഫ്രീ ആയിട്ടല്ല ഈ ടേം നിൽക്കുന്നത്, ഇൻറ്റു 9 നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് നോക്കുക, ഈ എക്സ്പ്രഷനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, കാരണം ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ നമ്മള് 9 into 3 raised to 2k plus 2 minus 8k minus 9 എന്നെടുത്തു. എന്തിന്? ഇതിന്റെ പ്ലേസിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഫസ്റ്റ് ടേം നമുക്ക് 9 into 3k plus 2 ആണ്. 9 into 3k plus 2 നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോ അതിനോടൊന്നിച്ച് നമ്മൾ ഇത് കൂടെ അങ്ങ് ആഡ് ചെയ്തു, -8k -9 കൂടി. അപ്പോ ഇത് മൊത്തം 8ന്റെ മൾട്ടിപ്പിൾ ആയി. പക്ഷെ നമുക്ക് അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ എടുത്തിട്ട് 8ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം വാല്യൂ ഇത് തന്നെ ആയിരിക്കണം. ഈ ടേം ഈ എക്സ്പ്രഷൻ തന്നെ താഴെ നമുക്ക് എഴുതിയിട്ട് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ, ഇപ്പോ ഇവിടെ നമ്മൾ എക്സസ് ഇട്ടു, അതായത് ഫസ്റ്റ് ടേമിന് ശേഷം എന്താ നമ്മൾ എക്സസ് ഇട്ടത് നോക്കുക. ഇതെന്ന് പറഞ്ഞാല് മൈനസ് ആണ്. -9 into 8k എക്സസ് വന്നു. അതിനെ നള്ളിഫൈ ചെയ്യാൻ, അതിനെ കളയണമെങ്കിൽ +9 into 8k ഇട്ടാൽ മതി. അപ്പോൾ ഇതിന്റെ പ്രോബ്ലം തീർന്നു കിട്ടും. ഇനി അടുത്ത എക്സസ് ടേം -9 into 9, അതും എക്സസ് ആയിട്ട് നിൽക്കുകയാണ്. അത് കളയാൻ +9 into 9 എന്ന് എഴുതി. ഇപ്പോ ഇത്രയും ചേർത്ത് വായിച്ചാൽ ഇതാണ് ഈ ഫസ്റ്റ്, ഈ ഒരു ടേം ആണ് ഇത്രയും കിടക്കുന്നത്. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്ക് എഴുതാനുണ്ട്. -8k -8 -9 എഴുതി. ദിസ് ഈക്വൽ ടു, ഇനി ഈ ഫസ്റ്റ് ടേം, അപ്പൊ നമുക്ക് ബൈ അസംഷൻ വി ക്യാൻ സേ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 ഫസ്റ്റ് ടേം പ്ലസ്, ഇനി കമ്പൈൻ ചെയ്യാം ടേംസ്, k ടേംസ് നോക്കൂ. അപ്പോൾ മനസ്സിൽ വേണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 8 എന്നാണെന്ന്. അപ്പോൾ 9 8k ഉണ്ട് ഇവിടെ, 9 8k, ഇവിടെ ഒരു 8k ഉണ്ട്. 9 8k ന്ന് ഒരു 8k മൈനസ് ചെയ്താൽ 8 എണ്ണം ആവും. 8 8k ടേംസ് ഓക്കെ ആയി. അപ്പൊ നോക്കൂ, ഇവിടെ ഇങ്ങനെ തന്നെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ഓഫ് 8. ഇനി 9 9 ന്ന് ഒരു 9 നമുക്ക് മൈനസ് ചെയ്യണം, അപ്പോ 8 9 ആവും. ഇതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് മൾട്ടിപ്പിൾ ഓഫ് 8 ആണോ എന്നൊക്കെ നോക്കാം, പക്ഷെ ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. നമുക്കത് ഇതിന്ന് ഇത് മൈനസ് ചെയ്താൽ 8 9 എല്ലാം ആയി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം മൾട്ടിപ്പിൾ ഓഫ് 8, second one multiple of 8, third term is also multiple of 8. So it is a multiple of 8. Therefore, P of k plus 1 is true. So we can say Pn is true for every n element of n by Pmi. ഇനി നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയൂ, ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ടീച്ചർ പറയൂ. നാലാമത്തെ സ്റ്റെപ്പ് താഴെന്ന് നാലാമത്തെ സ്റ്റെപ്പ് തൊട്ട് പറഞ്ഞു തരുമോ ടീച്ചർ? ഇത് മുതൽ അല്ലേ? ഇതല്ലേ? ആ ടീച്ചർ. അപ്പൊ ഈ 2 കൊണ്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. 2k plus 2, then write this 2 plus 2 minus 8 കൊണ്ട് ബ്രാക്കറ്റ് minus 8k minus 8 minus 9. ഈ ഇവിടെ ഈ പ്ലസ് ഇൻഡെക്സ് പ്ലസ് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ 3 raised to 2k plus 2 3 സ്ക്വയറും 3 raised to 2k plus 2 into 3 square. That 3 square അതാണ് ഈ 9 minus 8k minus 8 minus ബാക്കി ടേംസ് ഒക്കെ അങ്ങനെ എഴുതി. ഇനി ഇത് യൂസ് ചെയ്യണം ഈ അസംഷൻ. ഇൻഡക്ഷനിൽ എപ്പോഴും എന്താണോ k ട്രൂ ആണ് എന്നുള്ള അസംഷൻ അതിന്റെ ബേസ് ആണ് എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വേണം. 3 raised to 2k plus 2 minus 8k minus 9 എന്ന്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. 3 raised to 2k plus 2 അതും ഫ്രീ ആയിട്ടല്ല നിൽക്കുന്നത്, ഇൻറ്റു 9 ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 9 കൊണ്ട് ഇതിനെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്താലും അത് 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ടേമിനെ റീപ്ലേസ് ചെയ്യാണ്. എന്തുകൊണ്ട്? 9 into 3 raised to k plus 2 minus 8k minus 9 കൊണ്ട് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ബട്ട് ഇതൊക്കെ എക്സസ് ആയി. അപ്പൊ എന്താ എക്സസ് ആയത് നോക്കുക. മൈനസ് 9 into 8k കൂടുതലാണ്. ഈ ഫസ്റ്റ് ടേം മാത്രമാണ് കേട്ടോ പറയുന്നത്. ഇതിനെയാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൈനസ് 9 8k കൂടുതലാണ്. അത് പോകണമെങ്കിൽ പ്ലസ് ചെയ്യണം. പ്ലസ് 9 8k. പിന്നെ ഇവിടെയും മൈനസ് 9 into 9 എക്സസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അത് പോകണമെങ്കിൽ പ്ലസ് ചെയ്യണം. പ്ലസ് 9 into 9 ചെയ്യണം. ശരി. പിന്നെ ഈ 3 ടേംസും അതുപോലെ എഴുതി. എന്നിട്ട് ഇത് ഈ ബ്രാക്കറ്റ് 8ന്റെ മൾട്ടിപ്പിൾ ആണ് ബൈ അസംഷൻ. അതുകൊണ്ട് ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നെഴുതി. ഇനി ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക. 9 8k നിന്ന് ഒരു 8k മൈനസ് ചെയ്യുക. അപ്പൊ 8 8k ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ 9 into 8 72 minus 8 ആ നമ്പർ എടുക്കുക. എന്നിട്ട് ദാറ്റ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. എന്താ? 8ന്റെ മൾട്ടിപ്പിൾ എന്ന് അറിയാം. അപ്പോൾ 9 8k നിന്ന് ഒരു 8k മൈനസ് ചെയ്തു. 8 8k. പിന്നെ 9 9 നിന്ന് ഒരു 9 മൈനസ് ചെയ്തു. എന്ത് കിട്ടി? 8 9. ഇവിടെ ഒരു മൈനസ് 8 കൂടെ ഉണ്ട്. ഒരു മൈനസ് 8 കൂടെ ഉണ്ട്. മൈനസ് 8. ഇതും ചെയ്തു. ഇതും ചെയ്തു. Then minus 8. Minus 8, it is also a multiple of 8. 8 എന്ന നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ it is a multiple of 8. നമുക്ക് ഈ ടോട്ടൽ ടേംസ് ഒക്കെ 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. P of k plus 1 is true. ഈ പറഞ്ഞതും ആയിട്ടില്ലെങ്കിൽ വേറെ എവിടെയും പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പറഞ്ഞോളൂ. ഓക്കെ മാം. ക്ലിയർ ആയോ? യെസ് മാം. ക്ലിയർ ആയി മാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല വിചാരിക്കുക. അയ്യോ ഈ ടീച്ചർ എന്തൊക്കെയായി പറയണത്, 9 8k എന്ന് ഒരു 8k മൈനസ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ 72k എന്ന് എഴുതിയിട്ട് അതിന്ന് 8k മൈനസ് ചെയ്ത് എഴുതുക. പിന്നെ അതേപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതെല്ലാം കൂടെ നമ്പർ എല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം കിട്ടുന്ന നമ്പർ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത് ഇതൊക്കെ സിംപ്ലിഫിക്കേഷൻ അല്ലേ, നിങ്ങളുടെ കംഫർട്ടാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കിട്ടും. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാൻ കാരണം 8 എന്ന് കണ്ടാൽ നമുക്ക് എഴുതാം ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 8. അതുകൊണ്ടാണ് ഈ രീതിയിൽ എഴുതിയത്. ഓക്കെ ഓക്കെ മാം. കഴിഞ്ഞ പറയൂ. കഴിഞ്ഞു മാം. എഴുതി കഴിഞ്ഞു.
And next, question number 23. Prove that 41 raised to n minus 14 raised to n. Prove that 41 raised to n minus 14 raised to n is a multiple of 27. Is a multiple of 27. This 27 multiple ആണെന്നാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് n1 ആവുമ്പോഴുള്ള എക്സ്പ്രഷൻ നോക്കുക, അത് ഒന്ന് ചെക്ക് ചെയ്യാം. So put n equal to 1 in LHS. So 41 raised to 141 minus 14 raised to 114, that is equal to 27. 27 is a multiple of 27. Therefore, P of 1 is 2. Then assume P of k. 41 raised to k minus 14 raised to k is a multiple of 27. Assume ചെയ്തു. ഇനി k plus 1 നമുക്ക് prove ചെയ്യണം. So consider that expression. Consider 41 raised to k plus 1 minus 14 raised to k plus 1. അത് n-ന്റെ പ്ലേസിൽ k plus 1 കൊടുത്താലുള്ളത് എക്സ്പ്രഷൻ ആണ്. P of k plus 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇത് 27 മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്യാണ് നമ്മുടെ എയിം. അത് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഹെൽപ്പ്, ഇതിന്റെ P of k യുടെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്യുന്നത്. It is equal to 41 raised to k. ഇതിനെ പവർ സ്പ്ലിറ്റ് ചെയ്യാം. 41 raised to k into 41 raised to 1. 41 minus 14 raised to k into 14. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണ്. അപ്പം P of k എന്ന് പറഞ്ഞാൽ 41 raised to k minus 14 raised to k ആണ്. It is a multiple of 27. അപ്പോൾ ഇവിടെ നമുക്ക് 41 raised to k into 41 നോക്കൂ. 41 raised to k ഇൻഡിപെൻഡന്റ് ആയിട്ടല്ല നിൽക്കുന്നത്, അതിനെ ഒരു 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സ്പ്രഷൻ ഇതല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനെ ഒരു 41 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ this equal to 41 into 40, കാരണം അതാ ഇവിടെ into 41 വന്നതുകൊണ്ട്, മൈനസ് 14 raised to k. ഇങ്ങനെ അങ്ങ് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ ടേം ആണ്, ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതിയത്. അപ്പം 41 into 14 raised to k ഇതൊക്കെ ആയി. പക്ഷെ ഇതിപ്പോ എക്സസ് ആണ് നിൽക്കുന്നത്. ഏത് മൈനസ് 41 14 raised to k ഒന്നും ഇവിടെ ഇല്ല. ഇതിന് ഇത് എഴുതി, ഇത് എക്സസ് ആണെ ഒന്ന് പ്ലസ് ചെയ്താൽ അതങ്ങ് നള്ളിഫൈ ചെയ്ത് രണ്ടുകൂടെ അങ്ങ് 0 ആവും. പ്ലസ് 41 into 14 raised to k. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്തത് 41 into 14 raised to k ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു. ഇനി നമുക്ക് ലാസ്റ്റ് ടേം എഴുതാം, മൈനസ് 14 raised to k into 14. ഇനി ഫസ്റ്റ് ടേമിനെ നോക്കുക. ഈ ബ്രാക്കറ്റ് മൾട്ടിപ്പിൾ ഓഫ് 27 ആണ്. സോ ഫസ്റ്റ് ടേം ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27 പ്ലസ്, ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആ രണ്ട് ടേമിനെ നോക്കുക. 14 raised to k കോമൺ ഫാക്ടർ, അത് ഔട്ട്സൈഡിൽ എടുക്കാം. 41 minus 14, then this is 41, here it is 14. It is equal to multiple of 27 plus 14 raised to k into 41 minus 14 is 27. 27 is the multiple of 27. So we get multiple of 27 plus multiple of 27. So that is the multiple of 27. This is a multiple of 27. And P of the P of k plus 1 is 2. Then P of n is 2 for every n element of n by principle of mathematical induction. Doubt ഉണ്ടെങ്കിൽ പറയും. Last in the third step, 41 into 41 raised to k.
അതൊന്നുകൂടെ പറഞ്ഞു. ഇതുവരെ ഓക്കെ ആണോ? യെസ് മാം. ഇത് അല്ലേ? അപ്പം നമുക്ക് ഇത് 27ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ഈ പി ഓഫ് കെ എന്ന നമ്മുടെ അസംഷൻ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ അസംഷൻ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 41 റേസ് ടു കെ മൈനസ് 14 റേസ് ടു കെ ഇങ്ങനെ ഒരു ടേം കിട്ടണം. അപ്പോഴേ നമുക്കത് 27 മൾട്ടിപ്പിൾ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ 41 റേസ് ടു കെ എന്ന് നമുക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഇൻഡിപെൻഡന്റ് അല്ല, ഇൻറ്റു 41 ആണ് ഈ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ടേമിനെ ആണ് ഇപ്പോ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിനുവേണ്ടി 41 കൊണ്ട് 41 റേസ് ടു കെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കല്ലേ. അപ്പൊ നമ്മൾ ഈ 41 കൊണ്ട് ഈ മൊത്തം ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലും അത് 27ന്റെ മൾട്ടിപ്പിൾ ആവും. അതുകൊണ്ട് 41 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തത്? നമ്മൾ കയ്യിൽ ഒരു ടേം ഉണ്ട് 41 ഇൻറ്റു 41 റേസ് ടു കെ. അപ്പോ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഈ ടേം ഇവിടെ ഈ ഫസ്റ്റ് ടേം ആയിട്ട് ഓക്കെ ആയി. ഈ രണ്ടാമത് നമ്മൾ എഴുതിയത് ഇതിനു വേണ്ടി എഴുതിയ ഇത് എക്സസ് ആയി, അത് ഇവിടെ ഇല്ല. അപ്പൊ എന്താ എക്സസ് ആയത്? മൈനസ് 41 ഇൻറ്റു 14 റേസ് ടു കെ എക്സസ് ആണ്. അപ്പൊ അത് പോകണമെങ്കിൽ പ്ലസ് ചെയ്യണം. അതേ ടേം പ്ലസ് 41 14 റേസ് ടു കെ ചെയ്തു. ഇപ്പോ ഇത്രയും എടുത്തു കഴിഞ്ഞാല് ഇത്രയും ചേർന്നതാണ് ഈ ഒരു ടേം. ഈ ഒരു ടേമിനെയാണ് നമ്മൾ ഇത്രയും കൊണ്ട് റീപ്ലേസ് ചെയ്തത്. പിന്നെ ഈ ടേം എഴുതി. അപ്പോ നമുക്ക് ഈ ബ്രാക്കറ്റ് 27ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടി. അപ്പൊ ടോട്ടൽ ഈ ഫസ്റ്റ് ടേം മൊത്തം 27ന്റെ മൾട്ടിപ്പിൾ ആയി. ഇനി ഈ രണ്ട് ടേംസിൽ നിന്ന് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. 14 റേസ് ടു കെ കോമൺ ഫാക്ടർ എടുത്തു. ദെൻ 41 മൈനസ് 14 എന്നായി ബാക്കി. റേസ് ടു കെ ഔട്ട്സൈഡ് ഇവിടെ 41 ആവും. ഈ ടേമിൽ ഇത് ഔട്ട്സൈഡ് വന്നാൽ 14 ആവും. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്ത 27. So it is a multiple of 27. So total that is the multiple of 27. Okay, ഓക്കെ മാം, മനസ്സിലായി. എഴുതി കഴിഞ്ഞാൽ പറയൂ. എഴുതി കഴിഞ്ഞു മാം. ഇല്ല മാം, ഞാൻ എഴുതിയിട്ടില്ല. സോറി, കഴിഞ്ഞാൽ പറയൂ. കഴിഞ്ഞു മാം. Next, last question. Chapter question number 24. Prove that 2n plus 7 less than n plus 3 whole square. n plus 7 less than n plus 3 whole square. ഇപ്പോൾ ഇവിടെ ഒരു ഈക്വൽ ടു അല്ല, ലെസ് ദാൻ ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി ഓഫ് എൻ എന്ന് നെയിം ചെയ്യാം. ഇനി പി ഓഫ് വണ്ണിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് സൈഡും നോക്കാം. ഈ കേസിൽ LHS ഓഫ് പി ഓഫ് 1 2 + 7 9 എന്നിന് 1 കൊടുക്കാം. രണ്ട് സൈഡും എന്നിലുള്ള എക്സ്പ്രഷൻ ആണ്, ഒരു ടേമാ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് എന്നിന് 1 കൊടുക്കണം, റൈറ്റിലും അതേപോലെ. RHS ഓഫ് പി ഓഫ് 1 1 + 3 ഹോൾ സ്ക്വയർ 16. രണ്ട് നമ്മൾ കമ്പയർ ചെയ്യാം. 9 and 16 കമ്പയർ ചെയ്യാം. 9 ആണ് ലീസ്റ്റ് നമ്പർ. സോ 9 is less than 16. P of 1 is true. Assume P of K. Two K plus 7 is less than K plus 3 whole square. ടീച്ചർ,
RHS എങ്ങനെ ടീച്ചർ 16 കിട്ടിയത് മനസ്സിലായില്ല. n+3 ഹോൾ സ്ക്വയർ അല്ലേ ടീച്ചർ റൈറ്റ് സൈഡ്. അപ്പൊ റൈറ്റില് n-ന് 1 കൊടുത്താൽ 1+3 എത്ര? 4 ടീച്ചർ. ടീച്ചർ മനസ്സിലായി 1 + 3 4. 4 സ്ക്വയർ ദാറ്റ് ഈസ് 16. ഓക്കെ, അപ്പൊ പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ലെഫ്റ്റിലുള്ള കെ പ്ലസ് 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. കൺസിഡർ 2 into k plus 1 plus 7 that is equal to 2k plus 2 plus 7 multiply ചെയ്തപ്പോൾ that is equal to 2k plus 7 plus 2 എന്ന് എഴുതാം. ഈ 7 ഇങ്ങോട്ട് എഴുതി എന്തിനാ അങ്ങനെ എഴുതിയ ചോദിച്ചാൽ ഈ അസംഷൻ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2k plus 7 plus 2 എന്നെഴുതി. ഇനി ഈ 2k plus 7 നമ്മൾ ഇവിടുന്ന് മാറ്റുകയാണ്. ഇതിനെ ഇവിടുന്ന് മാറ്റിയിട്ട് പകരം ഇതിനെ റീപ്ലേസ് ചെയ്യാണ് k plus 3 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം ദിസ് ഇസ് ലെസ് ദാൻ k plus 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് മാറ്റുമ്പോൾ ലെസ് ദാൻ ഇതിന് പകരം k plus 3 ഹോൾ സ്ക്വയർ എഴുതി പ്ലസ് 2. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. k സ്ക്വയർ പ്ലസ് 6k plus 9 plus 2 that is equal to k square plus 6k plus 11 എന്നെഴുതി. അതിനുമ്പ് നമ്മൾ ഇത് നോക്കണം അല്ലേ, എന്താ n-ന്റെ പ്ലേസിൽ k plus 1 വന്നാൽ കിട്ടുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. k plus 1 നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടേണ്ടത്. അപ്പോൾ അതങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ k plus 1 plus 3 k plus 4 ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ റൈറ്റ് സൈഡ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോ എന്താണ് k plus 4 ഹോൾ സ്ക്വയർ? k സ്ക്വയർ പ്ലസ് 8k plus 16 ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് k സ്ക്വയർ ഉണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 6k കണ്ടോ, അതിന് പകരം നമ്മൾ 8k എഴുതുകയാണ്. എഴുതാവോ? അത് ഈക്വൽ അല്ല, പക്ഷെ ഇത് ലെസ് ആണ്. 11ന്റെ പ്ലേസിൽ 11 പകരം നമ്മൾ 16 എന്ന് എഴുതുകയാണ്. 11 ആണ് ലെസ്, 16 കൂടുതലാണ്. അപ്പൊ നമ്മൾ ഈ 6k 11 റീപ്ലേസ് ചെയ്യുന്നു വലിയ ടേംസ് കൊണ്ട്. സോ ദിസ് ഈസ് ലെസ് ദാൻ k സ്ക്വയർ പ്ലസ് 8k പ്ലസ് 16. അങ്ങനെ എഴുതാൻ ഐഡിയ എവിടുന്ന കിട്ടിയത്? RHS of k plus 1 ഇതാണ്. ആ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി ആണ് നമ്മൾ ഇതിനെ 8k കൊണ്ടും ഈ 11 16 കൊണ്ടും റീപ്ലേസ് ചെയ്തത്. അപ്പോൾ ഈക്വൽ ടു അല്ല, then it is less than, this is less than this. Now this is equal to k plus 4 whole square. ഈ ലെസ് ദാനും ഈക്വൽ ടു ഒക്കെ, അതായത് ഇനീക്വാളിറ്റിയും ഈക്വാലിറ്റിയും ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റെപ്പ്. ഇത് ഇവിടെ ലെസ് ആണ്, പിന്നെ ഈ എഴുതിയത് ഇതിന് ഈക്വൽ ആണ്. ഇനി ലെഫ്റ്റും റൈറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ 2 into k plus 1 plus 7 is equal to അല്ല എഴുതേണ്ടത്, less than k plus 4 whole square. Therefore p of k plus 1 is true. Then Pn is true for every n element of n by principle of mathematical induction. കഴിഞ്ഞാൽ പറയൂ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
കഴിഞ്ഞു ടീച്ചർ. ഓക്കെ, ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.